ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷാണ് കിളിക്കൂടിന്റെ ശാപം എന്ന് പറഞ്ഞിരിക്കുകയാണ് ജോർജ്യൻ പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്ത് കരങ്ങിക്കൊണ്ട് റൂമിലിരിക്കുകയാണ് സുഭാഷ്. തുടർന്ന് രാത്രി വളരെ വിഷമത്തോടു കൂടി ആലോചിച്ച് ഹോളിലിരിക്കുകയാണ് നിധിയും സുധീഷും നികേഷും ഹരീഷും. ഈ സമയം ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സുഭാഷ്. എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോകാനായി തുടങ്ങുകയാണ് സുഭാഷ്. സുധീഷ് സുഭാഷേട്ടാന്ന് വിളിക്കുമ്പോൾ ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാതെ കുനിഞ്ഞു നിൽക്കുകയാണ് സുഭാഷ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ അയാള് പറഞ്ഞത് കേട്ടിട്ടാണോ സുഭാഷൻ ഇങ്ങനെ നിൽക്കുന്നത്? അയാള് വായിൽ വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ നികേഷ് പറയുകയാണ്, അതെ സുഭാഷേട്ടാ, ജാതകത്തിൽ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കാനാണ് ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാടാ നികേഷ്, ഇതൊക്കെ വിശ്വസിച്ച പലരുടെയും ജീവിതം തകർന്നത്. ആ ലിസ്റ്റില് സുഭാഷേട്ടനും കൂടി ചേരണ്ട. അയാള് നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്. അത് കേട്ട് വിശ്വസിച്ച് സുഭാഷേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അല്ലട സുധീഷ്, അയാള് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുവാ. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇവിടുന്ന് പോയേനെ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കാണ്, സുഭാഷേട്ടൻ എന്താ വട്ടാണോ അയാള് പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ പറയാൻ? അകത്തേക്ക് കയറുമെന്ന ഭാസ്കരൻ ചോദിക്കുന്നു. അയാള് പറയുന്നത് കേട്ടിട്ടാണോടാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പോയി അവനവന്റെ ജോലി ചെയ്യാൻ നോക്ക്. അപ്പൊ സുധീഷ് പറയണ, ഹലോ, നിങ്ങളോട് സുഭാഷേട്ടന്റെ ജാതകം ചോദിച്ചപ്പോൾ ഇല്ലെന്നല്ല പറഞ്ഞ, ഇപ്പൊ എവിടുന്നാ പെട്ടെന്ന് ജാതകം വന്നത്? അപ്പൊ ഭാസ്കരൻ പറയണ, എടാ അപ്പൊ മറന്നുപോയി, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, അതെങ്ങനെ? ഞാൻ എന്താ തെലുങ്കിലാണോ ചോദിച്ചേ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എനിക്ക് അറിയില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ജാതകം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തെലുങ്കല്ല ഏത് ലാംഗ്വേജ് ചോദിച്ചാലും ഞാൻ പറയും. ഓ, ഇപ്പൊ അതാണല്ലോ പ്രധാനമെന്ന് സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണ, വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ വരും, പോടാന്ന് പറഞ്ഞ ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടാ ആ ജോത്സ്യം പറഞ്ഞത് മാത്രം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കാതെ. അപ്പൊ സുഭാഷ് പറയണ, അതല്ലടാ, അയാള് പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ വീടിനൊരു ദോഷമുണ്ട്, ആ ദോഷം കാരണമാണ് സ്ത്രീകൾ ഇവിടെ വാഴാത്തെന്ന് അയാൾ കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. ഇതിടെ നിധി പറയണ, അങ്ങനെയൊന്നും ഇല്ല സുഭാഷേട്ടാ, അയാള് പറയുന്നത് പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടോന്ന് പോലും അറിയില്ല, അയാള് വായിൽ വന്നതെന്തോ അടിച്ചു വിട്ടതാ. അപ്പൊ സുഭാഷ് പറയണ, ഇല്ല മോളെ, മോളെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, അയാള് പറയുന്ന പല കാര്യങ്ങളും ശരിയാ. ഹരീഷ് ചോദിക്കുന്നു, എന്ത് ശരിയാന്ന്? സുഭാഷൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കണ്ണീര് തുളച്ച് സുഭാഷ് പറയണ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ വീട്ടിൽ കല്യാണം നടക്കില്ല, നടന്നാലും അധിക നാളും നീണ്ടു നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ശരിയല്ലേ? അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന രണ്ടുപേരും ഇപ്പൊ ഈ വീട്ടിലില്ല, അത് തന്നെയല്ലേ ജോത്സ്യം പറഞ്ഞത്? അപ്പം ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് പറയുന്നതും വിശ്വസിച്ചല്ലേ പറ്റൂ. ഇത് കേട്ട് നിധി ചോദിക്കാണ്, പിന്നെ എങ്ങനെയാ സുഭാഷേട്ടാ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ, അതെ, നിധി ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്, അതൊന്നും എന്താ സുഭാഷേട്ടൻ ആലോചിക്കാത്തത്? അപ്പൊ സുഭാഷ് പറയണ, ഇല്ല സുധീഷ്, നിങ്ങൾ എന്നെ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. ഞാൻ കാരണം നിങ്ങൾക്കാർക്കും നല്ലത് സംഭവിക്കില്ല എന്നുള്ള ഭയമാ എനിക്ക്. ഇത് കേട്ട് ഹരീഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ല സുഭാഷേട്ടാ, അയാള് പറഞ്ഞതെല്ലാം സുഭാഷേട്ടൻ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ? അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ അതൊന്നും സത്യമല്ല, ഇതേപോലെ തന്നെയാണ് എന്റെ അച്ഛനോട് ഒരു ജോത്സ്യൻ പറഞ്ഞത്, അച്ഛൻ വണ്ടി ഓടിക്കരുത്, ആപത്തുണ്ടാക്കുമെന്ന്. അത് കേട്ട് എന്റെ അച്ഛൻ ഒരുപാട് നാള് വണ്ടി ഓടിക്കാതിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഡ്രൈവർ ഇല്ലായിരുന്നു, അച്ഛൻ തന്നെയായിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ആ ജോത്സ്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. വണ്ടി ഓടിക്കാനാകാതെ അച്ഛൻ ആകെ വിഷമിച്ചു, അത്യാവശ്യത്തിന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന അച്ഛൻ തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും അച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ട്, എവിടെയും ചെന്നിടിച്ചിട്ടുമില്ല, ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടുമില്ല. സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് എന്റെ അച്ഛൻ 2-3 കാറ് മേടിച്ചത്. അപ്പൊ ആ ജോത്സ്യൻ പറഞ്ഞത് നുണയല്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ ആ പെണ്ണിന് 5 വർഷമായിട്ട് വിവാഹാലോചന നടക്കുക, ഇയാളൊരു നല്ല ജോത്സ്യനായിരുന്നെങ്കിൽ ആ പെണ്ണിന് പറ്റിയ ചെറുക്കൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കില്ലായിരുന്നു, ആ കല്യാണം നടത്തില്ലായിരുന്നു. ആ കുടുംബത്തെ വെച്ച് 5 വർഷമായിട്ട് അയാൾ സമ്പാദിക്കുന്നുണ്ട്, അതുപോലും മനസ്സിലാക്കാതെ അവര് പോകുന്നിടത്തെല്ലാം ജോത്സ്യനെ കൊണ്ടുപോകുന്നു. സുഭാഷിന്റെ തോളിൽ കൈവച്ച് ഹരീഷ് പറയുന്നു, സുഭാഷേട്ട അത് വിട്, അവര് പറയുന്നത് കേട്ടെല്ലാം സുഭാഷേട്ടൻ വിഷമിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ എല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുഭാഷേട്ടൻ അത് കേൾക്കില്ലേ? എന്തിനാ സുഭാഷേട്ടൻ ഇങ്ങനെ കണ്ണു കലങ്ങി നിൽക്കുന്നേ? അരികിലേക്ക് വന്ന നികേഷ് സുഭാഷിന്റെ കണ്ണീര് തുറച്ചുകൊണ്ട് പറയുന്നു, കരയാതെ സുഭാഷേട്ടാ, കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുവാ. സുഭാഷിന്റെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു, സോറി സുഭാഷേട്ടാ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാ. അവർക്ക് ജാതകത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇങ്ങനെ ഒരു വിശ്വാസമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവരോട് സംസാരിക്കാൻ പോലും പോകില്ലായിരുന്നു. അപ്പൊ നിധി പറയണ, അതെ സുഭാഷേട്ടാ, ഇവരിങ്ങനെയുള്ള ആൾക്കാരായിരുന്നെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു, ഞങ്ങൾ അറിയാതെ പോയി സുഭാഷേട്ടാ. അങ്ങനെ അവർ സുഭാഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച് പുറത്തിരിക്കുകയാണ് നിധി. പാട്ട് പാടിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഭാസ്കരൻ ഇടയ്ക്കിടയ്ക്ക് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭാസ്കരൻ ചോദിക്കുന്നു, നിനക്കെന്താ ഉറങ്ങണ്ടേ? കൊതുകടി കൊണ്ടോണ്ട് ഇവിടെ ഇരിക്കുന്നു. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടന് നല്ല വിഷമമായി, അത് നിങ്ങൾക്ക് അറിയോ? ഇരിക്കട്ടെ ഭാസ്കരൻ പറയുകയാണ്, സുഭാഷേട്ടന് വിഷമമായാൽ നീ ഉറങ്ങത്തില്ലേ? നിന്റെ ഒരു സുഭാഷേട്ടൻ. നിധി ചോദിക്കുന്നു, ഈ വീട്ടിൽ എന്ത് നടന്നാലും കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? സുഭാഷേട്ടന്റെ ജാതക
ദോഷം കൊണ്ടാ ഈ വീട്ടിലെ എല്ലാ കുഴപ്പങ്ങളും സംഭവിക്കുന്നെന്നാ ആ പാവം ഇപ്പൊ വിചാരിക്കുന്നത്. ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ. നോക്ക്, എനിക്ക് നന്നായിട്ടറിയാം നികേഷിന്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. ഭാസ്കരൻ ചോദിക്കുന്നു, തുടങ്ങിയോ? നിനക്കെന്താ വേറെ ജോലിയൊന്നുമില്ലേ? ചുമ്മാ എന്തെങ്കിലും ഒന്നും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നിധി പറയണ, ഞാൻ അവരെ റോഡിൽ ഒരു തവണ കണ്ടായിരുന്നു. അപ്പൊ ഭാസ്കരൻ പറയണ, ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും വന്ന് പറയരുതേ മോളെ. അപ്പൊ നിധി പറയണ, ഞാൻ അവരെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം മാറിയത് ഞാൻ കണ്ടതാ. എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അത് നിങ്ങളുടെ മുഖം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ നീ എന്തിനാ ഈ കെട്ടിടം ഡിസൈൻ ചെയ്യാനൊക്കെ പോകുന്നത്? പോലീസിന്റെയോ വക്കീലിന്റെയോ ജോലിക്ക് പോയാ പോരെ, അതിൽ നല്ലൊരു ഭാവി ഉണ്ടാകും. ഇത് കേട്ട് നിധി പറയണ, അതൊക്കെ എനിക്കറിയാം. നികേഷിന്റെ അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാലോ. അവരിവിടെ വന്നാൽ സ്ത്രീകൾ ഈ വീട്ടിൽ താമസിക്കില്ല എന്ന് പറയുന്ന പ്രശ്നം അവസാനിക്കുമല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, നിനക്കെന്താ വേറെ ജോലിയൊന്നുമില്ലേ? ഈ വീട് മാറ്റിയെടുക്കാൻ വേണ്ടി തക്കലയിൽ നിന്നും വന്നതാണോ? ഈ സമയം അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി കൊതുകുടി കൊണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? അകത്ത് പോയി കിടക്ക്. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടൻ എവിടെ? സുഭാഷേട്ടൻ കിടന്നു എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, പാവ സുഭാഷേട്ടൻ, നല്ല വിഷമമായി. സുഭാഷേട്ടന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ല നിധി, സുഭാഷേട്ടൻ ശരിയായിക്കോളും. അപ്പൊ നിധി പറയണ, അതല്ല സുധീഷ്, ആ ജോത്സ്യം പറഞ്ഞത് സുഭാഷേട്ടൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതോർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. എന്ത് തെറ്റായിട്ട് സംഭവിക്കാനെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അറിയില്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുവാ. സുഭാഷേട്ടൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പൊ സുധീഷ് പറയണ, അതൊന്നും ഇല്ല നിധി, സുഭാഷേട്ടൻ ഇങ്ങനെ ചെറിയ കാര്യമാണെങ്കിലും വല്ലാതെ വിഷമിക്കും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകും, എല്ലാം മറന്ന് പഴയതുപോലെയാകും. ഇത് കേട്ട് നിധി ചോദിക്കണ, സുഭാഷേട്ടൻ കിടന്നു എന്ന് പറഞ്ഞു, ഉറങ്ങിയോ? അപ്പൊ സുധീഷ് പറയണ, ഉറങ്ങിയെന്നാ തോന്നുന്നേ. ഇത് കേട്ട് നിധി പറയണ, ഇന്നൊരു രാത്രി മാത്രം സുഭാഷേട്ടനെ നിങ്ങൾ നന്നായി നോക്കണം. സുഭാഷേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സുഭാഷേട്ടൻ കാരണം നിങ്ങൾ അനിയന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സുഭാഷേട്ടൻ അത് താങ്ങില്ല. സ്വദേശി ചോദിക്കുന്നു, നിധി എന്താ പേടിക്കുന്നത്? സുഭാഷേട്ടൻ ഈ വീട് വിട്ടു പോകുമെന്നോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല നിധി. അപ്പൊ നിധി പറയണ, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയല്ലേ, അതിന്റെ വിഷമം മാറാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ സുഭാഷേട്ടനെ ഒന്ന് ശ്രദ്ധിക്കണം, അതുകൊണ്ടാ പറയുന്നത്. സുധീഷ് പറയണ, നിധി രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ നടന്നതൊന്നും സുഭാഷേട്ടൻ ഓർമ്മ പോലും കാണില്ല. നാളെ രാവിലെ നോക്കിക്കോ, സാധാരണ പോലെ സന്തോഷമായിട്ട് നടക്കുന്ന കാണാം. അപ്പൊ നിധി പറയണ, അതല്ല സുധീഷേ, ഇന്നൊരു രാത്രി മാത്രം ഒന്ന് നോക്ക്, ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കണേ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ശരി നിധി, ഞാൻ നോക്കിക്കോളാം. ശരി, ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുന്നു, ഗുഡ് നൈറ്റ്. പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഭാസ്കരന്റെ അടിയിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, പാട്ട് കേൾക്കുന്നു. എല്ലാ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന നിങ്ങളാ. എല്ലാ കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് സൂചിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ കലാഹൃദയം? നിങ്ങൾ ആ ജാതകം എടുത്ത് കൊടുത്തതാ സകല കുഴപ്പത്തിനും കാരണമായത്. ഭാസ്കരൻ ചോദിക്കുന്നു, കാശ് കൊടുത്ത് ഒരു ജാതകം എഴുതി വാങ്ങിച്ചോണ്ട് വന്നില്ലേ? അത് മര്യാദയ്ക്ക് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നു. അവൻ എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു, പോടാ. അങ്ങനെ ഭാസ്കരൻ പാട്ടും പാടിയിരിക്കുമ്പോൾ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷ് കണ്ണടച്ചു കിടക്കുകയാണ്. തൊട്ടരികിൽ നികേഷും ഹരീഷും ഉണ്ട്. സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, സുഭാഷേട്ടൻ ഉറങ്ങിയോ? അപ്പൊ ഹരീഷ് പറയണ, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. സുഭാഷേട്ടൻ ഓക്കെ ആണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഓക്കെ ആണോ എന്ന് അറിയില്ല സുധീഷേട്ടാ, ഞാൻ കോമഡിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ സുഭാഷേട്ടൻ ചിരിച്ചതേയില്ല. പക്ഷെ ജോർജ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നീട് പറഞ്ഞില്ല. എല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. ഓക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പൊ ഹരീഷ് പറയണ, സമാധാനമായെന്ന് തോന്നുന്നു, ഇപ്പൊ ഉറങ്ങി. സുധീഷ് സുഭാഷേട്ട എന്ന് വിളിക്കുന്നുവെങ്കിലും സുഭാഷ് കണ്ണു തുറക്കുന്നില്ല. സുധീഷ് പറയുന്നു, ഉറങ്ങി. അപ്പൊ ഹരീഷ് പറയണ, ഉറങ്ങി, പക്ഷെ സുഭാഷേട്ടന്റെ മേൽ ഒരു കണ്ണുള്ളത് നല്ലതാ. അപ്പൊ സുധീഷ് പറയണ, എടാ സുഭാഷേട്ടൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാവിലെ അല്ലേ എഴുന്നേക്കും. ആ ജാതകം എഴുതി തന്ന ആ ജോർജിനെ കണ്ട് 4 കൊടുക്കണം. അപ്പൊ ഹരീഷ് പറയണ, സുധീഷേട്ടൻ അത് വിട്, അയാളെ പറഞ്ഞിട്ട് എന്ത് കാര്യ? അപ്പൊ ഹരീഷ് പറയണ, ഇവിടെ വന്ന ജോർജിനല്ല, നമുക്ക് ജാതകം എഴുതി തന്ന ജോർജൻ തന്നെയാണ് പ്രശ്നക്കാരൻ. അപ്പൊ സുധീഷ് പറയണ, എന്നോടുള്ള ദേഷ്യം മുഴുവനും ആ ജാതകത്തിൽ എഴുതി തീർത്തെന്നാ തോന്നുന്നേ. ഞാൻ അയാളെ വെറുതെ വിടില്ല. നാളെ ഞാൻ അയാളെ കാണാൻ പോകുന്നുണ്ട്. ഇനി അയാളെ കാണാൻ ഒരുത്തിനും വരരുത്. അപ്പൊ ഹരീഷ് പറയണ, സുധീഷേട്ടൻ അത് വിട്, നടന്നതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമോ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാടാ. ശരി, ഇങ്ങനെ സംസാരിച്ചിരുന്ന സുഭാഷേട്ടനെ ഉണർത്തണ്ട, നമുക്ക് ഉറങ്ങാം. അങ്ങനെ അവരും ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് സുഭാഷിനെ നോക്കുന്നുണ്ട്. തുടർന്ന് സുധീഷും നികേഷും ഹരീഷും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഉറങ്ങാതെ കണ്ണടച്ചു കിടന്ന് സുഭാഷ് കണ്ണു തുറന്ന് അവരെ നോക്കുകയാണ്. സുഭാഷ് ഓർക്കുന്നു, തന്റെ ജാതകത്തിൽ ശാപം ഉണ്ടെന്ന് ജോർജൻ പറഞ്ഞത്. ശേഷം വിഷമത്തോടുകൂടി സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും നോക്കുകയാണ് സുഭാഷ്. തുടർന്ന് രാവിലെ അടുക്കളയിലേക്ക് വന്ന നിധി ചായ ഉണ്ടാക്കുകയാണ്. നികേഷ് അരികിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു, നികേഷ്, സുഭാഷേട്ടൻ എഴുന്നേറ്റില്ലേ? അപ്പൊ നികേഷ് പറയണ, എഴുന്നേറ്റ് കാണുമല്ലോ, സുഭാഷേട്ടൻ അടുക്കളയിൽ കാണുമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ദേ ഏട്ടത്തിരിക്കുന്നു. സംശയത്തോടുകൂടി നിധി ചോദിക്കുന്നു, റൂമിൽ കിടക്കുകയാണോ സുഭാഷേട്ടൻ? അപ്പൊ നികേഷ് പറയണ, ഇല്ല, ഞാൻ റൂമിൽ പോയായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഇപ്പൊ വന്നേ. അപ്പൊ നിധി പറയണ, ഞാൻ രാവിലെ എഴുന്നേറ്റതാ, ഞാൻ എഴുന്നേറ്റതിന് ശേഷം സുഭാഷേട്ടനെ ഇവിടെ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ടാ ചോദിച്ചേ. ശരി, നീ ഗ്ലാസ് എടുക്ക്. തുടർന്ന് നിധി എല്ലാവർക്കും ചായയുമായി വരികയാണ്. സുധീഷ് പറയുന്നു, ഞാൻ ബ്രഷ് ചെയ്തിട്ട് വന്ന് കുടിച്ചോളാം നിധി, അവിടെ വെച്ചേര്. ഹരീഷും നിധിയും നികേഷും ചായ കുടിക്കുകയാണ്. സുഭാഷേട്ടൻ ഇവിടെ ഇല്ലേന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്ന, ഇവിടെ ഇല്ലേ? അപ്പൊ നിധി പറയണ, ഞാൻ രാവിലെ എഴുന്നേറ്റതാ, സുഭാഷേട്ടൻ ആ സമയത്തും ഇവിടെ ഇല്ലായിരുന്നു, റൂമിന്റെ കഥക അടങ്ങി കിടക്കുകയായിരുന്നു.
ഞാൻ വിചാരിച്ചു സുഭാഷേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന്. അപ്പൊ ഹരീഷ് പറയണ ഇല്ല ഏട്ടത്തി, റൂം തുറന്നു കിടക്കുക, വെറുതെ ചാരിയിരിക്കുക, അത് അകത്ത് ആരുമില്ല, കടയിലെങ്ങാനും പോയി കാണും. ഇത്ര രാവിലെ കടയിൽ പോകുമെന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ ചിലപ്പോ പോകും. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു എന്ത് പറ്റിയടാ? അപ്പൊ നിധി പറയണ സുധീഷ് സുഭാഷേട്ടനെ കാണുന്നില്ല. സുധീഷ് ചോദിക്കുന്നു കാണുന്നില്ലെന്നോ? അപ്പൊ ഹരീഷ് പറയണ കാണുന്നില്ലെന്നല്ല, അടുത്തെവിടെയെങ്കിലും പോയി കാണുമെന്ന് പറയായിരുന്നു. അപ്പൊ നിധി പറയണ സുഭാഷേട്ടൻ രാവിലെ കടയിൽ പോകാറില്ലല്ലോ, വീട്ടിലെല്ലാം നോക്കി, സുഭാഷേട്ടൻ ഇവിടെയെങ്കിലും ഇല്ല. അപ്പൊ സുധീഷ് പറയണ നിധി ഒരു മിനിറ്റ് ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ, അതിരാവിലെ സൈറ്റിൽ പോയി കാണും. അങ്ങനെ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിച്ച സുധീഷ് പറയണ സ്വിച്ച് ഓഫ് എന്നാണല്ലോ വരുന്നത്, ഫോണിൽ ചാർജ് ഇല്ലായിരിക്കും. നികേഷ് സുഭാഷേട്ടന്റെ ഫോൺ റൂമിൽ വെച്ചിട്ടാണോ പോയിരിക്കുന്നത് നോക്കിയേ. ഇത് കേട്ട് നികേഷ് റൂമിലേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ പകുതി സമയം ഫോണിൽ ചാർജ് കാണില്ല, ചാർജ് ഇല്ലാത്ത ഫോൺ എടുത്തോണ്ടായിരിക്കും പോയിരിക്കുന്നത്. റൂമിലേക്ക് വന്ന നികേഷ് കാണുകയാണ് അവിടെ ഇരിക്കുന്ന സുഭാഷിന്റെ ഫോൺ തൊട്ടരികിൽ ഒരു ലെറ്ററും ഉണ്ട്. ആ ലെറ്റർ വായിച്ചു നോക്കി ഞെട്ടി ഭയത്തോടു കൂടി ഏട്ടത്തിന്ന് വിളിച്ച് ഓടി വരികയാണ് നികേഷ്. എന്താണ് നികേഷ്, എന്ത് പറ്റിയെന്ന് ചോദിച്ച് നികേഷിന്റെ അരികിലേക്ക് ഓടി വരികയാണ് സുധീഷും ഹരീഷും നിധിയും. നികേഷ് ലെറ്റർ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. നിധി ആ കത്ത് വായിച്ചു നോക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും നിധിക്കും സുഭാഷ് എഴുതുന്നത്. ഇത്രയും നാളും ഈ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. അച്ഛൻ കാരണമാണ് നമ്മുടെ വീട്ടിലേക്ക് ആരും പെണ്ണ് തരാത്തതെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ ശാപം കാരണമാണ് ഈ വീട്ടിലേക്ക് സ്ത്രീകൾ വരാത്തതെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഇനി ഞാൻ ഈ വീട്ടിൽ താമസിച്ചാൽ അനുജന്മാരുടെ ജീവിതം നന്നായി വരില്ല, അവരുടെ ജീവിതം നന്നായി വരണം. എന്റെ ശാപം കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള നിധിയും വീട് വിട്ടു പോകരുത്. എന്റെ ശാപം കാരണം നിധി ഈ വീട് വിട്ടു പോകേണ്ടി വരുമോന്ന് ഭയം തോന്നുക. നിധി ഈ വീട്ടിലുണ്ടാകണം. എന്റെ അനുജന്മാരുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് അവര് സന്തോഷമായിട്ട് ജീവിക്കണം. ഇതെല്ലാം ഞാൻ ഈ വീട്ടിലില്ലെങ്കിലേ നടക്കും. അതുകൊണ്ട് ഞാനിപ്പം ഈ വീട് വിട്ടു പോകുക. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേറെ വഴി അറിയില്ല. ഞാൻ എവിടാണെങ്കിലും എന്റെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. നിങ്ങളുടെ നല്ലതിനു വേണ്ടി സുഭാഷേട്ടൻ നിങ്ങളെ വിട്ടു പോകുന്നു. എന്നെ ആരും അന്വേഷിക്കണ്ട. കത്ത് വായിച്ച് നിധി കരയുമ്പോൾ നിധിയുടെ കയ്യിൽ നിന്നും കത്ത് വാങ്ങിച്ച് വായിച്ചു നോക്കുകയാണ് ഹരീഷും സുധീഷും. മനസ്സ് തകർന്ന് നികേഷ് അവിടേക്ക് ഇരിക്കുകയാണ്. ടെൻഷനോടുകൂടി നികേഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു എടാ നികേഷ്, നീ ടെൻഷൻ ആവണ്ട, സുഭാഷേട്ടൻ എങ്ങോട്ടും പോകില്ല, ഇങ്ങി വരും. നികേഷ് ചോദിക്കുന്നു സുഭാഷേട്ടൻ എന്താ ഇങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയത്? കണ്ണുനിറങ്ങിയ സുധീഷ് പറയുകട എടാ സുഭാഷേട്ടൻ ഇന്നലെ ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങിയല്ലേ, പിന്നെ എങ്ങനെ ഇതെല്ലാം? അപ്പൊ നിധി പറയണ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ സുഭാഷേട്ടന് നല്ല വിഷമമുണ്ട്, എനിക്കെന്തോ ഒരു ഭയം തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാത്രി മുഴുവൻ സുഭാഷേട്ടനെ നോക്കണമെന്ന്. അപ്പൊ സുധീഷ് പറയണ നിധി, ഞാൻ നിധിയോട് സംസാരിച്ച അകത്തേക്ക് കയറി വന്നപ്പോൾ സുഭാഷേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു, ഞങ്ങൾ കൺഫേം ചെയ്തിട്ടാ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയത്. നിധി പറയണ ഇന്നലെ ആ ജോത്സ്യം പറഞ്ഞതൊന്നും സുഭാഷേട്ടന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, നല്ല വിഷമം ഉണ്ടായിരുന്നു. സുഭാഷേട്ടന് നിങ്ങൾ 3 പേരുമാണ് എല്ലാം, അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇന്നലെ സുധീഷിനോട് സംസാരിച്ചേ. നോക്ക്, നിങ്ങൾക്ക് നല്ലത് നടക്കാൻ വേണ്ടി ഞാൻ പോവാണെന്ന് ലെറ്ററിൽ എഴുതി വെച്ചിട്ടാ പോയത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് തന്നെ ഞാൻ ഭയന്നത്. ഒരു രാത്രി ഉറങ്ങാതെ സുഭാഷേട്ടനെ നോക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. നടന്നതോർത്ത് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. അപ്പം മുതലേ സുഭാഷേട്ടനെ കാണുന്നില്ല. അതിനു മുമ്പേ ഇവിടുന്ന് പോയതാ. അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു എന്തു പറ്റി? കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു സുഭാഷേട്ടനെ കാണാനില്ല. കാണുന്നില്ല എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് എന്നെ ആരും അന്വേഷിക്കേണ്ട, ഞാൻ വീട് വിട്ടു പോവുകയാണെന്ന് കത്തെഴുതി വെച്ചിട്ടാ പോയത്. ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ആ കത്ത് വാങ്ങിച്ച് വായിച്ചു നോക്കുകയാണ് ഭാസ്കരൻ. നിധി ചോദിക്കുന്നു അച്ഛൻ പുറത്താണെന്നല്ലേ ഉറങ്ങിയത്, സുഭാഷേട്ടൻ പോയത് അറിഞ്ഞായിരുന്നു? അപ്പൊ ഭാസ്കരൻ പറയണ ഞാൻ അറിഞ്ഞില്ല, നല്ല ഉറക്കമായിരുന്നു, പക്ഷെ രാത്രി പട്ടി കുരിക്കുന്ന ശബ്ദം കേട്ടായിരുന്നു. ടെൻഷനോടുകൂടി നിധി പറയുന്നു ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും പോയി സുഭാഷേട്ടനെ അന്വേഷിക്കുക. നികേഷിന്റെ തോളിൽ കൈവച്ച് ഹരീഷ് പറയുന്നു എടാ നീ ടെൻഷൻ ആകണ്ട, സുഭാഷേട്ടൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം. അപ്പൊ നികേഷ് പറയണ ഹരീഷേട്ടാ ഞാനും വരുന്നു, സുഭാഷേട്ടൻ എവിടെയാണെന്ന് അറിയാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, വീട്ടിലേക്ക് വരുവാണെങ്കിൽ സുഭാഷേട്ടനെ കൂട്ടിക്കൊണ്ട് വരണം വാന്ന് പറഞ്ഞ് നികേഷും ഹരീഷും അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷിന്റെ കയ്യിൽ പിടിച്ച നിധി പറയുന്നു പോകാനാ പറഞ്ഞത്, വീട്ടിലേക്ക് വരുവാണെങ്കിൽ സുഭാഷേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. കത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുത്ത് ഭാസ്കരൻ പറയുന്നു ഞാനും പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ അവരെല്ലാവരും സുഭാഷിനെ അന്വേഷിച്ചു പോവുകയാണ്. നിധി പറയുന്നു എല്ലായിടത്തും നോക്കണം. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് ഒരു ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ നികേഷും ഹരീഷും മറ്റൊരു ബൈക്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരനും സുഭാഷിനെ അന്വേഷിച്ച് സൈക്കിളിൽ അവിടെ നിന്ന് പോകുന്നു. ആ കത്തും പിടിച്ച് ഭയത്തോടു കൂടി നിൽക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്